ചെറുപുഴ ആവുള്ളാങ്കയത്തിൽ മീൻ ചാകരയുടെ ദൃശ്യങ്ങളാണിത്. പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞ് ഈ വേനൽക്കാലത്ത് അപ്രതീക്ഷിതമായി മഴ പെയ്തപ്പോൾ സംഭവിച്ച കാര്യമാണ്. നിരവധി പേരാണ് ഇപ്പോൾ ഈ പുഴയുടെ ആവുള്ളാങ്കയം ഭാഗത്ത് വന്ന് മീൻ പിടിക്കുന്നത്. കരയോട് ചേർന്ന് തന്നെ ഒരുപാട് മീൻ ഉണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മീൻ പിടിക്കാൻ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. പുഴയിൽ നിറയെ മീൻ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന കാഴ്ച. ചാകര എന്നൊക്കെ കേട്ടിട്ടില്ലേ? കടലിൽ മത്സ്യങ്ങൾ ഇങ്ങനെ കരയിലേക്ക് അടുത്ത് വരുന്ന ചാകര. സമാനമായ ദൃശ്യമാണ് ആവുള്ളാങ്കയത്തിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എൻ്റെ ക്യാമറയുടെ പരിമിതി കൊണ്ട് ദൃശ്യങ്ങൾ വളരെ അടുത്ത് കാണിക്കാൻ കഴിയുന്നില്ല. എത്രയധികം ആളുകളാണ് വന്ന് മീൻ പിടിക്കുന്നത്. വലിയ കറ്റി ഉൾപ്പെടെയുള്ള മീനുകൾ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴ, ആ മഴയെ തുടർന്ന് കയത്തിലും പുഴയിലൊക്കെ നീരൊഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണ് ചെറുപുഴ ആവുള്ളാങ്കയത്തിൽ നിന്നുള്ള കാഴ്ച. നിറയെ മീനുകളാണ്, വലിയ മീനുകൾ, കിലോ കണക്കിന് തൂക്കം വരുന്ന മീനുകളാണ് പുഴയിൽ നിന്ന് ആളുകൾ പിടിക്കുന്നത്. അതേസമയം തന്നെ പുഴയിൽ നിന്ന് ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതേ തുടർന്ന് മീനുകളെല്ലാം ഇതാ ചാകര പോലെ തന്നെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്നിരിക്കുകയാണ്. ആളുകൾ കുത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ, മീനെ കുത്തിപ്പിടിക്കുന്ന. നേരത്തെ ഈ ദൃശ്യങ്ങൾക്കൊപ്പം കണ്ടത് ആളുകൾ മീൻ പിടിച്ച് ചാക്കിലേക്കൊക്കെ ആക്കിയിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. മീനിങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് വന്ന് കരയോട് അടുത്ത് വരുന്ന കാഴ്ചയൊക്കെ അവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധാരാളം പേർ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. കത്തി ഉപയോഗിച്ച് കൊത്തി പിടിക്കുന്നുണ്ട് മീനിനെ. കയത്തിൽ പരിചയക്കാർ, ഈ പുഴയൊക്കെ നല്ല പരിചയമുള്ള ആളുകൾ കത്തിയൊക്കെ ഉപയോഗിച്ച് കൊത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ, കമ്പ് ഉപയോഗിച്ച് കുത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. നൂറുകണക്കിന് മീനുകൾ ഇങ്ങനെ കരയിലേക്ക് അടുത്ത് വന്ന് കൊണ്ടിരിക്കുന്ന കാഴ്ച ആവുള്ളാങ്കയത്തിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണിത്. ചെറുപുഴ ആവുള്ളാങ്കയത്തിൽ ധാരാളം മീനുകളാണ് ഇവിടെ ഇപ്പോൾ. ആ മീൻ പിടിക്കാൻ എത്രയധികം ആളുകളാണ് വന്ന് ചേർന്നിരിക്കുന്നത്. ചേട്ടാ, എല്ലാ വർഷവും ഇങ്ങനെ ഈ ഒരു മഴ, പുതുമഴ പെയ്യുന്ന സമയത്ത് സംഭവിക്കാറുള്ളതാണോ ഇത്? മീൻ പിടിക്കാറുണ്ട്, പക്ഷെ ഇതുവരെ വെള്ളം പറ്റുന്ന ആദ്യ സമയം ഇങ്ങനത്തെ ഒരു വെള്ളം പറ്റിയതേ ആദ്യ സമയം. ചൂണ്ടയൊക്കെ ഇടണോ അങ്ങനെ മീൻ പിടിക്കുക? അതോ കരയിലേക്ക് അടുത്ത് ഇങ്ങനെ കമ്പി കൊണ്ടൊക്കെ കുത്തിപ്പിടിക്കാൻ പറ്റുന്നതാണോ? ഇത് എല്ലാ കൊല്ലം ഇതുപോലെ മീൻ ഇങ്ങനെ എടുക്കുമ്പോൾ ആൾക്കാർ ഇതുപോലെ പിടിക്കുന്നത്. ഇഷ്ടംപോലെ പിടിക്കും, ഇഷ്ടംപോലെ മീനുണ്ടാവും. എല്ലാവരും മീൻ പിടിക്കും, സിമ്പിളായിട്ട് പിടിക്കാം. ഇപ്പോൾ ഓരോരുത്തരൊക്കെ പിടിക്കുന്നുണ്ടല്ലേ, ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നുണ്ട്. കത്തി കൊണ്ട് കൊത്തി പിടിക്കുകയാണ് കുറേ പേര്. കത്തി കൊണ്ട് കൊത്തി, കൈ കൊണ്ടൊക്കെ പിടിക്കാം, കൈ കൊണ്ട് പിടിക്കുകയൊക്കെ ചെയ്യാം. കാരണം ഇതിപ്പോൾ ഈ മഴ തീറ്റില്ലല്ലോ, തീറ്റില്ലാത്തതുകൊണ്ട് മീൻ കരക്കടുത്തേക്ക് വരും. ഈ പുതുമഴ പെയ്തപ്പോൾ ഈ ചെളിയൊക്കെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ മീൻ തീറ്റയ്ക്ക് വേണ്ടി കരക്കടുത്ത് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കൈ കൊണ്ടും വല കൊണ്ടും ഒക്കെ പിടിക്കും. അങ്ങനെ കിട്ടുന്ന മുഴുവൻ. ഇപ്പോൾ നാട്ടുകാരനായ ചേട്ടൻ പറഞ്ഞതുപോലെ മീനുകൾ കരയിലേക്ക് അടുത്ത് വരും. അതായത് വെള്ളത്തിൽ, പുഴയിൽ മത്സ്യങ്ങൾക്ക് ആവശ്യമായ തീറ്റ ലഭിക്കുന്നില്ല, നീരൊഴുക്കില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അവ ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും കരയിലേക്ക് അടുത്ത് മീനുകൾ കയറി വരുന്നത്. ഏതായാലും അത് നമ്മുടെ നാട്ടുകാർക്ക് ഒരു കോളാണ്. ആ ചേട്ടൻ പറയുന്നത് ഈ കൊടിയ ചൂടിൽ വെള്ളം നല്ല ചൂടായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഈ പുഴയിൽ തീറ്റ കുറഞ്ഞതുകൊണ്ട് മീനുകൾ കരയോട് അടുത്ത് വരികയാണ്. പിന്നെ മഴ പെയ്ത സമയത്തുണ്ടാകുന്ന ഈ മാലിന്യങ്ങളൊക്കെ ഒഴുകി വരുന്നത് തിന്നാൻ വേണ്ടിയാണ് ഇത്രയധികം മീനുകൾ വന്ന് നിൽക്കുന്നത്. ഇത് വളരെ മനോഹരമായ ദൃശ്യമാണ്. ചെറുപുഴ പുഴയിൽ നിന്ന്, ചെറുപുഴ പുഴയുടെ കാര്യങ്കോട് പുഴയുടെ ആവുള്ളാങ്കയം ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ നീന്തലൊക്കെ അറിയുന്ന ആളുകൾ, ഈ പുഴയെ അറിയുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഒന്ന് ഇറങ്ങാൻ പാടുള്ളൂ.
കാരണം ഇത് അപകടകരമായ ഒരു കയമാണ്. അതുകൊണ്ട് ഈ ആളുകൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് പെട്ടെന്ന് ഇവിടേക്ക് വന്ന് അങ്ങനെ പുഴയിൽ ഇറങ്ങാനൊന്നും പാടില്ല, കയത്തിലിറങ്ങാൻ പാടില്ല. കാരണം ഇത് കയമാണ്, അപകട സാധ്യതയുള്ളതാണ്. ആ മുന്നറിയിപ്പുകൾ ഒക്കെ അവഗണിക്കരുത്. മീനുകളുണ്ട് എന്നതുകൊണ്ട് പരിചയമില്ലാത്തവരൊന്നും വന്ന് പുഴയിൽ ഇറങ്ങാൻ പാടുള്ളതല്ല. ഈ പുഴയിൽ ഇറങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് പുഴയെക്കുറിച്ചൊക്കെ നല്ല അറിയുന്നതാണ്, അതിൻ്റെ ആഴവും ഇതൊക്കെ അറിയുന്ന ആളുകളാണ്, നീന്തൽ അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് വളരെ അപരിചിതരായ ആളുകൾ, ഈ പുഴയൊന്നും പരിചയമില്ലാത്ത, ആവള്ളാങ്കായ ഒന്നും പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ വന്ന് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.